ഇടുക്കി കരിമ്പന് സമീപം വാഹനാപകടം. ഒരാൾക്ക് പരിക്കേറ്റു. കെഎസ്ആർടിസി ബസ് ഇരുചക്ര വാഹനത്തിലിടിച്ചാണ് അപകടം. അടിമാലി കുമളി ദേശീയപാതയിൽ കരിമ്പനും അശോക കവലയ്ക്കും ഇടയിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ തടിയമ്പാട് മുളകുവള്ളി സ്വദേശിയായ കൊച്ചുപറമ്പിൽ ബേബിക്ക് പരിക്കേറ്റു. കട്ടപ്പനയിൽ നിന്നും എറണാകുളത്തേക്ക് പോയ കെഎസ്ആർടിസി ബസ്സാണ് അപകടം സൃഷ്ടിച്ചത്. ഇന്ന് രാവിലെ 9:30 അപകടം. അമിത വേഗതയിലായിരുന്ന കെഎസ്ആർടിസി ബസ് വളവിൽ ഇരുചക്ര വാഹനത്തെ മറികടക്കുന്നതിനിടെ ബസിന്റെ പിൻഭാഗം ബൈക്കിൽ തട്ടുകയായിരുന്നു. ബൈക്കിൽ നിന്നും തെറിച്ചു വീണ ബേബിയെ പരിക്കുകളോടെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരുചക്ര വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഇടുക്കി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ബേബിയുടെ പരിക്ക് ഗുരുതരമല്ല. ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയുടെ മെക്കാനിക്കൽ സ്പിന്നിംഗ് വിജയകരം. 40 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള പദ്ധതിയുടെ ആദ്യഘട്ടമാണ് വിജയകരമായി പരീക്ഷിച്ചത്. പദ്ധതിയിൽ നിന്നും വൈദ്യുതോൽപാദനം വേഗത്തിൽ ആരംഭിക്കുന്നതിനുള്ള തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. തൊട്ടിയാർ ജലവൈദ്യുതി പദ്ധതിയുടെ 10 മെഗാവാട്ട് ജനറേറ്ററിന്റെ മെക്കാനിക്കൽ സ്പിന്നിംഗ് വിജയകരമായി നിർവഹിച്ചു. 40 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള പദ്ധതിയുടെ ആദ്യഘട്ടമാണ് വിജയകരമായി പരീക്ഷിച്ചത്. പെൻസ്റ്റോക്കിൽ വെള്ളം നിറച്ച ശേഷം ജനറേറ്ററിന്റെ ടർബൈനിലേക്ക് വെള്ളം പ്രവേശിപ്പിച്ച് പരീക്ഷണാർത്ഥം തിരിക്കുകയാണ് മെക്കാനിക്കൽ സ്പിന്നിംഗിൽ ചെയ്യുന്നത്. സ്പിന്നിംഗിൽ എന്തെങ്കിലും പിഴവുകൾ കണ്ടെത്തിയാൽ അത് പരിഹരിക്കും. ഇത് പൂർത്തിയാക്കിയ ശേഷമാണ് വൈദ്യുതോൽപാദനം നടത്തുന്നത്. വൈദ്യുതോൽപാദനത്തിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. 10 മെഗാവാട്ട് പദ്ധതിയിൽ ഉൽപാദനം പൂർത്തിയാകുമ്പോൾ ഒരു ദിവസം 2,40,000 യൂണിറ്റ് വൈദ്യുതി സംസ്ഥാനത്തിന് ലഭിക്കും. പദ്ധതിയിൽ നിന്നും വൈദ്യുതോൽപാദനം വേഗത്തിൽ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അടിമാലി.